പുറപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാഫലകം PJ ജോസഫ് MLA അനുശാസനം ചെയ്തു. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിന്റെ വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ ശാസ്ത്ര ഉദ്യോഗതലത്തിൽ പ്രമുഖ വ്യക്തികളെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ വിദ്യാഭ്യാസ വികസനത്തിൽ കേരളത്തിന് മാതൃകാപരമായ സ്ഥാപനങ്ങൾ ആയിരുന്നു എന്ന് ഇന്നത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസ രീതികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആ പഴമ തന്നെയാണ് ഇന്നും പുതുമ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂൾ. 1 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ കെട്ടിട നിർമ്മാണം സൂചിപ്പിക്കുന്നത് എയ്ഡഡ് സ്കൂളുകൾക്ക് പ്രമുഖ സ്ഥാനമാണ് സർക്കാർ നൽകി വരുന്നതെന്നും പാശ്ചാത്യ വിദ്യാഭ്യാസ രീതി പരിഷ്കാര വിദ്യാഭ്യാസം സ്വീകരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ കിടന്ന സ്കൂളുകളെല്ലാം മാനവരാശിയുടെ നിലനിൽപ്പിന് ഈ വിദ്യാഭ്യാസം രീതികൾ അത്യാവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ നമ്മുടെ പഴയ വിദ്യാഭ്യാസ രീതികൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് അതീവ ജാഗ്രത പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ജീവിതം കരുത്തു ആവുകയില്ല. അല്പമാനവികതയും മനസാക്ഷിയും നാനാജാതി മതസ്ഥരെ ഏക സഹോദരന്മാരെ പോലെ കഴിയുന്ന ഈ വിദ്യാലയം സമൂഹത്തിൽ നിലനിൽക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ പുരോഗമന രീതിക്ക് നമ്മുടെ സർക്കാർ പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നത്. പരസ്പരം പലതും കണ്ടും കേട്ടും അനുഭവ വ്യവസ്ഥകളിൽ കൂടെ പഠിക്കുക എന്നുള്ള ഗുരുകുലമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് ഇന്ന് രക്ഷകർത്താക്കൾക്ക് മനസ്സിലായി. ഒരു പുതിയ വീടിന്റെ പൂജാതി കാര്യങ്ങൾ അല്ലെങ്കിൽ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ പോലെ തന്നെ മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സ്കൂളിലെ അധ്യാപകർ, PTA പ്രസിഡന്റ്, രക്ഷകർത്താക്കൾ ഉൾപ്പെടെ വളരെ സ്നേഹ ആദരവോടുകൂടിയാണ് ഈ സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കർമ്മങ്ങൾ നയനമനോഹരമാക്കിയത്. പുതിയതായി പണി കഴിപ്പിച്ച ഈ കെട്ടിട മന്ദിരത്തിന്റെ അനുശാസനം ചെയ്ത തൊടുപുഴ MLA PJ ജോസഫ് സാറും ഈ വിദ്യാലയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി ആയതിനാൽ ഈ നാടിന്റെയും സ്കൂളിന്റെയും അഭിമാന നിമിഷമായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ്. ശ്രീ ഓൾക്കമണ്ണയുടെ എന്റെ വിദ്യാലയം എന്ന കവിത ഇപ്പോൾ ഓർത്തു പോവുകയാണ്. നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒരു വിളംബരത്തിലൂടെ സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടം ഗവൺമെന്റ് LP സ്കൂൾ പുറപ്പുഴ എന്ന MLA ശ്രീ PJ ജോസഫ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അത്യാധുനിക സാങ്കേതിക സൗകര്യമുള്ള പുതിയ കെട്ടിടം എന്ന വർഷങ്ങളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഈ സന്തോഷ സുദിനത്തിൽ നമുക്കായിരിക്കാം. വിശിഷ്ട വ്യക്തികളെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ തൊടുപുഴയുടെ MLA PJ ജോസഫ് സാർ അധ്യക്ഷത വഹിച്ച ഈ യോഗം തൊടുപുഴ DO ഷീബ മുഹമ്മദ്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിസ്ലി ജോസഫ്, പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ മാർട്ടിൻ ജോസഫ്, വിദ്യാകിരണം ബാങ്ക് പ്രസിഡന്റ് ജോൺസൺ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ന് ആ കുട്ടികളുടെ എണ്ണം 93 45-ൽ നിന്ന് 93, അതായത് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 2024-25 അധ്യയന വർഷത്തിൽ പുറപ്പുഴ സ്കൂൾ വളരെ മികവോടെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 93 എന്ന് കേൾക്കുമ്പോൾ വലിയൊരു നമ്പർ അല്ല എന്നൊക്കെ എല്ലാവർക്കും തോന്നുമെങ്കിലും പുറപ്പുഴ ഗ്രാമത്തെ സംബന്ധിച്ച് അതൊരു വലിയ നമ്പർ തന്നെയാണ്. ഇനി നമ്പർ മാത്രമല്ല, ഈ സ്കൂളിലെ ഓരോ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ, ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള അവരുടെ ഇടപെടൽ ഒക്കെ ഈ നാട്ടുകാർക്ക്, ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ബിനോയുടെ നേതൃത്വത്തിലുള്ള PTA-ക്കും അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ഒക്കെ നേരിട്ട് അറിവുള്ളതാണ്. ഓരോരുത്തരും എനിക്ക് സംശയമില്ലാതെ പറയാം, ഭാവിയിൽ ഏറ്റവും മിടുക്കരായി മാറും. കാരണം കോവിഡ് കാലത്ത് പോലും ഇങ്ങനെ ഈ ആയിരുന്ന ഒരു 4 വർഷക്കാലം ഈ സ്കൂളും 55ഓളം അതിലധികമോ പ്രോഗ്രാമുകൾ ഓൺലൈനായിട്ട് നടത്തിക്കൊണ്ട് മാതൃക കാണിച്ച ഒരു പ്രൈമറി വിദ്യാലയമാണ് പുറപ്പുഴ. ഏതായാലും വളരെ സന്തോഷം. പക്ഷേ ബഹുമാനപ്പെട്ട MLA ഇവിടെ ഇരിക്കുന്നു, വേറെ അധികാരികൾ ആരും ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പഞ്ചായത്ത് എല്ലാ അംഗങ്ങളോടുമായിട്ടൊരു അഭ്യർത്ഥനയുള്ളത്, നമുക്ക് പുതിയ കെട്ടിടം ലഭിച്ചപ്പോൾ അവിടേക്ക് വേണ്ട IT ഉപകരണങ്ങൾ അതുപോലെ ഫർണിച്ചറുകളൊക്കെ ബഹുമാനപ്പെട്ട
മനസ്സിലൊന്നുണ്ടാവണം എന്നൊരാഗ്രഹം DO എന്ന നിലയിൽ ഒരു അഭ്യർത്ഥനയാണ് HM. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ജൈവ കൃഷി വ്യാപകമാക്കുന്നതിൽ ഉത്സാഹിച്ചിട്ടുണ്ട്. 1970-ൽ PJ ജോസഫ് സാർ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻ മന്ത്രിസഭകളിൽ ആഭ്യന്തരം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ഹൗസിംഗ്, രജിസ്ട്രേഷൻ, റവന്യൂ എന്നീ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം സഹകരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിന് എന്നും നമുക്ക് കുടിക്കാനുള്ള പാല് തരുന്നത് നമ്മുടെ ഈ PJ ജോസഫ് സാറാണ്. ഏറ്റവും സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുകയാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപക രക്ഷകർത്താക്കളെ, നിങ്ങൾക്ക് നിർവാഹികൾ പരിശീലനം കൊടുക്കുകയാണ്. നിങ്ങളുടെ ചെറുപ്രായത്തിൽ നന്നായി പരിശീലിപ്പിച്ചാൽ മാത്രമേ ഒരു ഉത്തമ പൗരന്മാരായി തീരുകയുള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നൊരവസരമാണ്. പുതിയ സാങ്കേതിക വിദ്യകളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം പ്രാവർത്തികമാകുന്ന ഈ കാലഘട്ടത്തിനനുസൃതമായി കുട്ടികളെ പരിശീലിക്കുക. കുട്ടികളെ സ്നേഹിക്കുന്ന അധ്യാപകരുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ല ശക്തമായ ചൂടുള്ള അന്തരീക്ഷമാണ് ഇന്ന്. ഈ അവസരത്തിൽ ഈ വിദ്യാലയത്തിൽ ഇക്കാലം അത്രയും ഈ മേഖലയിലെ കുട്ടികളെ പരിശീലിപ്പിച്ച ഈ വിദ്യാലയത്തിൽ കൂടുതൽ സൗകര്യപ്രദമായി വീണ്ടും പ്രവർത്തിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷം നമുക്ക് ഒന്നിച്ച് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് അതിനുള്ള വാക്കുകൾ ചേർക്കുക. ഉദ്ഘാടന പ്രസംഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ നേട്ടം മനസ്നേഹമായല്ല, മറിച്ച് ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും സമൂഹത്തിന്റെയും പതിറ്റാണ്ടുകളായി നടത്തിയ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസം വെറുമൊരു പദവിയല്ല. ലിംഗഭേദം, ജാതി, സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും പ്രാപ്യമായ അവകാശമാണിത്. ഈ ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ശാക്തീകരിക്കുകയും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് അടിത്തറയിടുകയും ചെയ്തിട്ടുണ്ട്. സംരക്ഷണത്തിൻ്റെയും സുസ്ഥിര ജീവിതത്തിൻ്റെയും പ്രാധാന്യം പഠിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വിഭവശോഷണം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ നേരിടുവാൻ ഭാവി തലമുറകൾ സജ്ജരാണെന്ന് ഈ ഹാളിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവോടുകൂടി നമ്മളെ ദീപം തെളിയിച്ചുകൊണ്ട് നമ്മുടെ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു. PJ ജോസഫ് സാറ് തിരി തെളിയിക്കുകയാണ്. എല്ലാവരും കൈയടിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കാം. വർഷങ്ങളായി 160 വർഷങ്ങൾക്ക് പിന്നിട്ടിട്ടിരിക്കുന്നു നമ്മുടെ ഈ സ്കൂള്. ഇനിയും അനേക വർഷങ്ങൾ നമ്മുടെ ഈ സ്കൂൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അനേക വിദ്യാർത്ഥികൾക്ക് വെളിച്ചമാകേണ്ട ഒരു സ്കൂളാണ്. ഈ വെളിച്ചം പ്രകാശിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈയടിച്ചേ. നാട്ടുരാജ്യം ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് പുറപ്പുഴയിൽ നിന്നും KK വിജയൻ.